ഹലോ, എൻ്റെ മുഖത്ത് ഷെയ്ഡാണെന്ന് തോന്നുന്നു. സാരമില്ല. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. ഇന്നത്തെ നമ്മുടെ പഴയ വീഡിയോ പോലത്തെ വീഡിയോ ആയിരിക്കും. മോളത്തെ ഒരു സാധനം കണ്ട ഒരുവിധം കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ചിലപ്പോൾ. ഞങ്ങളിവിടെ നയാഗ്ര വന്നേക്കുവാണ്. വേറെ ആരുമില്ല, ഞാനും കൊച്ചും മോനും. ഇന്ന് ചുമ്മാ ഞങ്ങൾ നയാഗ്രയിലോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുത്തിട്ട്, ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് കുറേ നാളായി. നമ്മളെല്ലാം വേറൊന്നുമല്ല, നമ്മൾ വിൻ്റർ ആയപ്പം നമ്മളങ്ങനെ എങ്ങും അങ്ങനെ കറങ്ങാനൊന്നും അങ്ങനെ പോയിട്ടില്ലായിരുന്നു. പിന്നെ സമ്മറിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓരോ ഇതിങ്ങനെ ഈ കണ്ടിന്യൂറ്റി പോയ കാരണം പലയിടത്തും മറന്നുപോയി, പലയിടത്തും അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കിയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. നയാഗ്ര എത്ര വന്നാലും മതി വരാത്ത, പിന്നെ കാണുന്നവർക്കാണേലും എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലമാണ്. അപ്പം ഞങ്ങളിത് ജസ്റ്റ് എത്തി. കുറച്ച് നേരം ഒന്ന് കറങ്ങി പാർക്കിങ്ങിൽ കണ്ടുപിടിക്കാനായിട്ട്. പാർക്കിങ്ങിൽ കിട്ടിയ മോനെ അത് ക്ലോസ് ചെയ്തു. അവിടെ നല്ല വെയിലുണ്ട്. പാർക്കിങ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റാവുമായിരുന്നു. സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റായി. കൊച്ചിനും സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുക, ഫോൾസിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ തലയിൽ തൊപ്പി വെച്ചേക്കുന്ന കാരണം എൻ്റെ മുഖത്ത് ഇതായിരിക്കും. അപ്പം ഞാൻ താഴെ ചെന്നിട്ട് കാണിച്ചു തരാം. കൊടികളുണ്ട്, എല്ലാ കൊടികളും. ഏത്? ആ, നല്ല ചെടികളൊക്കെ ഉണ്ട്. ഈ ടവർ കണ്ടോ? ഈ ടവർ ഇത് ശരിക്കും ഇതിൻ്റെ മേളിൽ കയറിയാൽ നമുക്ക് നയാഗ്രയിലോട്ട് ഇങ്ങനെ കാണുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമുക്കിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ റിവോൾവിങ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ ആ സെക്ഷൻ ഇങ്ങനെ, അത് മാത്രം, ആ ഒരു ഫ്ലോർ മാത്രം. ജാപ്പനീസ്, ഈ മരത്തിൻ്റെ പേരാണ് ജാപ്പനീസ് മേപ്പിൾ. കാനഡയുടെ മെയിൻ സാധനമാണ് മേപ്പിൾ മരങ്ങൾ. നൈസ് പൂക്കൾ. ഹായ്, അടിപൊളി പൂ. ഇത് ആ പൂ കണ്ടോ? സൂപ്പർ. അയ്യോ, ഇതാ മോന് മറ്റേ സാധനം. എന്തോന്ന്, 6 വെച്ചിട്ടുള്ള എന്തോ ഒരു ബെഗോണിയ. അടിപൊളി. ആ പൂ നോക്ക്, സൂപ്പർ. ഞാൻ കുറേ പൂക്കൾ കാണിച്ചു തരാം. ഇവിടെ കുറേ വെറൈറ്റികൾ കാണുമായിരുന്നു, നല്ല രസമാണ്. ഹായ് ഹായ് യങ് ലേഡി. എവിടെയാണ്? ഇവിടെ വന്ന ആദ്യത്തെ വിസിറ്റാണ് ഈ സ്ഥലം. കാര്യം വേറൊന്നുമല്ല, വന്ന് ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വരുന്നതല്ലേ, അത് കാരണം വന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂമും എല്ലാം ഉള്ള. അവിടെ ഈ മറ്റേ നമ്മളെ കസിനോളൊക്കെ പോയി കളിക്കില്ലേ, അതുപോലത്തെ ഇതിലും. പിന്നെ പിള്ളേർക്ക് കളിക്കുന്ന അങ്ങനത്തെ കുറേ ഗെയിംസിൻ്റെ ഇതുണ്ട്. പെയ്ഡാ കേട്ടോ, ഫ്രീ അല്ല കേട്ടോ. കോയിൻസ് വേണം. ഞങ്ങൾക്ക് കോയിൻസ് ഒന്നുമില്ല. താഴത്തേക്ക് പോവാം. ഇവിടെ വന്ന് ആദ്യം ഞങ്ങൾ നേരത്തെ കാണിച്ച ആ ടവറിൻ്റെ ആ ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിംഗ് തന്നെയാണ് ഇത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാഷ്റൂമിൽ പോയിട്ട് ഇനിയിപ്പോൾ താഴോട്ട് നടക്കാം. താര
ഇതാരാണ് അത്? കാലാണോ? പോവാ. താഴെ പോവാ. അതെന്താ സംഭവം പറഞ്ഞത്? അതെന്താ മുന്നേ സംഭവം? അതിൻ്റെ അകത്ത് ആളുണ്ടോ? ഇതാ കാണുന്ന പാലം കണ്ടോ? ആ പാലാണ് US-ലോട്ടുള്ള പാലം. ഈ വെള്ളം തെറിക്കുന്നത് ഇതിന്റെ വെള്ളമാണോ മനു? ഇവിടെ വേറെ തെറിക്കും അല്ലേ? പണ്ട് നമ്മള് വന്നോണ്ടിരുന്നപ്പോ ഓർമ്മയുണ്ടോ? $10 പാർക്കിംഗ്. അമേരിക്കൻ ഫോൾസ് കാണിച്ചു തരാം. ഇപ്പൊ കൊറേ വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും കണ്ടോന്ന്. ചുട്ടി തനിയെ പോവാന്ന്. അമേരിക്കൻ ഫോൾസ്. ഇവിടുത്തെ ബസ് ലോക്കൽ ബസ്സാണ് അത്. വെള്ളം തെറിക്കുന്നു. ഇവിടെ വന്നാലുണ്ടല്ലോ ആ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കാരണം വെള്ളം തെറിച്ച് നമ്മൾ മഴ പെയ്യുന്ന പോലെ മേത്തൊക്കെ തുള്ളി തുള്ളി വീഴുക. കോലൈസ് വേണ്ട, നമുക്ക് ആ സ്ട്രീറ്റിൽ പോയിട്ട് മറ്റേ ഐസ്ക്രീം മേടിക്കാം. അത് മേടിക്കാം. അപ്പൊ അപ്പുറത്ത് ഫോൾസിന്റെ അടുത്തോട്ട് പോകുന്നില്ലേ? ഏതോ ഒരു പെണ്ണിന്റെ പുറകെ വെച്ച് പിടിച്ച് ലെഫ്റ്റൊക്കെ എടുത്തു പോയി. എന്റെ ബോട്ടുകൾ ഇതിന് ഞങ്ങൾ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കയറിയിട്ടുണ്ടല്ലേ? 3 വട്ടമാണോ 4 വട്ടമാണോ? അതാണ്ട ആ റെഡാണ് കാനഡയുടെ ബോട്ട്, ആ ബ്ലൂ പോകുന്നതാണ് US-ന്റെ ബോട്ട്. മഞ്ഞ ഉടുപ്പിട്ട ആൾക്കാർ താഴെ താഴെയാ. സുട്ടി റെയിൻബോ 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 ഉണ്ടോ? അയ്യോ ഇത് ഭയങ്കര ക്ലിയറും മനു, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഫോൾസിന്റെ ഇവിടെ എത്തി. താഴത്തുണ്ട് ആൾക്കാർ പോയേക്കുന്നത്. അമേരിക്കയുടെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരും പോയെന്ന് തോന്നുന്നില്ലേ? എന്താ റെയിൻബോ ആണ് സെറ്റ്. മോന് ആ റെയിൻബോയുടെ ഒരു ഫോട്ടോ എടുക്കുമോന്. ഇസാപ്പു ഇസാപ്പു ഇത് എവിടെയാ നിക്കുന്നേ? ഇസാപ്പു ഇസു ഇസു ഇത് എന്താണ് അത്? സൂപ്പറാണോ? സൂപ്പറാണോ? എൻജോയ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ. സൂപ്പറാണോ? താഴെ
വിട്ടാൽ നല്ല വെടിയും അങ്ങനെ പോലെ ഓടും. കാരണം ഇറങ്ങി നടക്കണം. ഞങ്ങൾ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നടക്കുകയാണ് ഗൈസ്. ഇതാണ് US കാനഡ പാലം. കാലില് ചെരുപ്പിട്ടേക്കുന്നുണ്ടോ ഗൈസ്? അപ്പോൾ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് നടക്കുകയാണെന്ന്, വെറുതെ ഒരാവശ്യമില്ലാണ്ട് നിങ്ങൾ നടക്കുവാണോന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. എൻ്റെ തൊപ്പി താഴെ പോയി, മോൻ്റെ തൊപ്പി അടിച്ചു മാറ്റി. മോന് വെയിൽ, എനിക്ക് വേണ്ടി മോന് വെയിലെല്ലാം സഹിച്ച് കറുത്തോളാം എന്ന് പറഞ്ഞു. ഓ അല്ല, ഒന്നുമല്ല, എൻ്റെ തൊപ്പി ഇസൂട്ടി നല്ല വിദഗ്ധമായിട്ട്, ഇസൂട്ടി അല്ല, ഇസൂട്ടി ഒന്നും ചെയ്തതല്ല മോനു, അത് ആ കാറ്റടിച്ചിട്ട് പോയതാ. ഐസ്ക്രീം കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഇത്രയും നടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ പോയി ആ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഫുള്ള് കടകളും റെസ്റ്റോറൻറ്റ്സും മറ്റേ ഗെയിമിൻ്റെ കസിനോ അങ്ങനെ എല്ലാം ഉള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലൊരു ഐസ്ക്രീം കടയുണ്ട്. മോനു ഇവിടെ അല്ലായിരുന്നോ മറ്റേ എന്തോ ചിമ്മിനി കേക്ക്? ഇവിടുത്തെ നയാഗ്രയിലെ ഫേമസ് ആണെന്നും പറഞ്ഞിട്ട് പറഞ്ഞേ. അതൊന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ആ കടയിലത്തെ ആണ് ഞങ്ങൾ എപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നത്. അവിടുത്തെ ഒരു ഓറഞ്ച് ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട്, അത് മോനിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ അവിടെ വല്ല മാംഗോൻ്റെയോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറെ മേടിക്കും. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയാണ് ഇവിടുന്ന് അവിടം വരെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിനി ഇങ്ങോട്ട് നടക്കണം. കാര്യം ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ആ മറ്റേ ഞങ്ങൾ കാണിച്ചില്ലായിരുന്നോ, മറ്റേ ടവറിൻ്റെ അവിടെയാ. അയ്യാ മോനു, ഈ സുട്ടിനെ കാണിക്കട്ടെ. ഈ സൂട്ടി വെയിലൊന്നും കൊള്ളുന്നില്ല, ഇത് ആത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഇല്ല, വെയിൽ കൊള്ളില്ല. ഈ സൂട്ടീൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഈ സൂട്ടിൻ്റെ ഭാഗത്തുള്ള ആകെ തെറ്റ്, ഞാൻ തൊപ്പി വെച്ചിരുന്നപ്പം അവൾക്ക് തൊപ്പി വേണമെന്നും പറഞ്ഞിട്ട് ഇത് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ റോഡ് ക്രോസ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ തൊപ്പി എടുത്ത് കൊടുത്തു. പക്ഷെ അത് ഫോൾസിൻ്റെ അത് ഫോൾസിൻ്റെ ഇതെന്ത് ബിൽഡിങ്ങാ? അത് ഫോൾസിൻ്റെ നേരെ അടുത്തുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾ ആ അംഗം കാണിച്ചത്. അപ്പോൾ കാറ്റത്ത് അത് നേരെ താഴെ പോയി വീണു. വെള്ളത്തിലെത്തിയിട്ടില്ല, ഇറങ്ങിയെടുക്കാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇറങ്ങാനൊന്നും പാടില്ലല്ലോ. അതെ, അതുകൊണ്ട് തൊപ്പിപ്പോയി. അതേത് തൊപ്പി ചുമ്മാതാ ഗൈസ്. അപ്പുറത്തെ സൈഡിലാണ് ഫോൾസ്. ഞങ്ങൾ ഇപ്പുറം ഇറങ്ങി, കാര്യം അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഇപ്പുറത്തൂടെ നടന്നാൽ സമാധാനമായിട്ട് നടക്കാം. പക്ഷെ ഇപ്പുറത്ത് വെയിലുണ്ടല്ലോ മോനെ. അയ്യോ, ഞാൻ മറ്റേ കേക്കിൻ്റെ സാധനം കണ്ടുപിടിക്കട്ടെ. ഞങ്ങളുടെ ആ മോന് മറ്റേ പാറിൻ്റെ ഒക്കെ വീടിൻ്റെ മുകളിൽ ആ മറ്റേ അത് രവിയില്ലേ, അവർ പറഞ്ഞതാ. അവരൊരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നയാഗ്രയിലെ ഫേമസ് സാധനമാണ് ചിമ്മിനി കേക്ക്. അത് കഴിക്കാൻ വേണ്ടി ആളുകൾ പോവാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. റോഡ് ക്രോസ് ചെയ്യും. ഇവിടുത്തെ ആകാശത്തിൽ ഇതൊന്നും ഇല്ല മോന്, മറ്റേ വെള്ള ഫുള്ള് ബ്ലൂ. എന്തൊരു പച്ചപ്പ, പച്ച പിടിച്ചൊരു പച്ചപ്പ്. നല്ലൊരു ഫ്രൈ ഗൂസ്, കനേഡിയൻ ഗൂസ്. ഇതാട്ടോ മറ്റേ ബോട്ടിങ്ങിനും സിപ്പ് ലൈനും അങ്ങനെ എല്ലാത്തിനും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇതാണ്. നയാഗ്ര സിറ്റി ക്രൂസസ്.
ബോട്ടിങ്ങും സിപ്പ് ലൈനുമാണ്. സ്കൈ വീല് കറങ്ങുന്നുണ്ടോ? ഈ സ്ട്രീറ്റ് അടിപൊളിയാണ്. ഇത് നൈറ്റിൽ ഭയങ്കര ഭംഗിയാണ് സ്ഥലം. ഇതുപോലെ അങ്ങനെ കിടക്കുക. ഫുള്ള് ഗെയിംസും കസിനോസും പരിപാടിയൊക്കെ അവിടെ. ആണ് ഈവനിങ് ആംബിയൻസ് വെറുതെ. കുറച്ച് സെലിബ്രിറ്റീസിനെ കാണിച്ചു തരാം. അത് ഫുൾ സെലിബ്രിറ്റീസാ ഉള്ളത്. ഇതാണ് നമ്മുടെ ഐസ്ക്രീം കട. യെസ് സാർ. അയ്യോ അത് ഫുള്ള് സെലിബ്രിറ്റീസാണ്. നമ്മുടെ പയ്യനെ ചെയ്യണം. ജോണിയുടെ ഇപ്പം എവിടെയോ ഇരിക്കണ്ടായിരുന്നു. ഈ സ്ട്രീറ്റ് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെയാ. ഇങ്ങനെ നടക്കാൻ വയ്യ. താഴത്തേക്ക് പോവാം. ഇപ്പം നയാഗര ഫുള്ള് ഇങ്ങനെയാണ് വൈബ്. ആരൊക്കെ സൽമാൻ ഖാൻ, ഹാരി പോട്ടർ. ഇപ്പം ഇതിനകത്ത് ഇതിനു മുമ്പ് കത്രീന കൈഫ് അങ്ങനെ എല്ലാവരും പേര് ചെയ്ത് കാണിക്കുന്നത്. മൈക്കിൾ ജാക്സൺ ഇതിനകത്ത് ആരൊക്കെ ഉള്ളതെന്നുള്ളതാണ്. ഇവിടെ പണ്ട് ജോണി ഡെപ്പ് ഉണ്ടായിരുന്നു. അതെ, ബാറ്റ്മാൻ പറഞ്ഞ് വിളിച്ചിരിക്കണേ. സോറി. സൽമാൻ ഖാൻ. ഹലോ ഗായ്സ്, ഇത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. വീഡിയോ എടുത്തതൊന്നും എൻ്റെ ഫോണിൽ കിട്ടിയില്ല, കാണുന്നില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു. അവിടെ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ അവിടെ ഇങ്ങനെ നേരെ ഫോൾസ് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം കിടന്നു, ഇസൂക്കിയായിട്ട് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി അച്ചാച്ചനും ഡെലിനൊക്കെ വരണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അവരെത്തുന്നതിന് മുന്നേ തിരിച്ചെത്തി കുക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ ഐസ്ക്രീമും കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോന്നു.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.